ഒരുപാട് ആൾക്കാർ ഇപ്പൊ കാണാൻ പോകുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വെള്ളച്ചാട്ടാണിത്. അതിനടുത്ത് തന്നെ ഒരു ചെറിയ ഗുഹയുണ്ട്. ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് പിക്നിക് ഡേ ആണ്. പിക്നിക് ഡേ ആയിട്ട് എവിടെ പോകാനാണ് പ്ലാൻ? പെട്ടെന്ന് പോയി എത്താൻ പറ്റുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. അരീക്കൽ വെള്ളച്ചാട്ടത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ പിറവം പാമ്പാക്കുട ഏരിയയിലാണ് ഈ വെള്ളച്ചാട്ടം. സൂപ്പറാണ്. യാത്ര പോകാൻ പറ്റിയ സ്ഥലമാണ് ദിവസം. ഈ പറഞ്ഞ സ്ഥലം നമ്മളിപ്പോ ഏകദേശം അടുത്ത് തന്നെയുള്ള പിറവം ഭാഗത്ത് തന്നെയല്ലേ നമ്മളുള്ളത്. ചെറിയൊരു ടിക്കറ്റ് ഉണ്ട്. എത്രയാണെന്ന് വെച്ചാൽ 20 രൂപയാണ്. അപ്പൊ ഇന്ന് എന്താ എടാ ഇന്നേ പിക്നിക് ഡേ ആണെന്നാ എഫ് പറഞ്ഞ. അപ്പൊ ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടവും കേവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോ അധികം ദൂരം ഇല്ല. പോയാലാ? അടുത്താണോ? അടുത്താന്നാ ബാലും പറഞ്ഞേ. പോയേക്കാം. ക്ലബ് ഓഫ് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. എന്റെ പേര് രാഘവ്. ടൺ കണക്കിന് ഫാൻ. അങ്ങനെ നമ്മുടെ സ്ഥലം എത്തി. പിറവത്തുനിന്ന് ഏകദേശം 12 കിലോമീറ്റർ മാത്രം ഇങ്ങോട്ടേക്ക് ദൂരമുള്ളൂ. പാമ്പാക്കുട ഗ്രാമപഞ്ചായത്താണിത്. ഇവിടെയാണ് കൊച്ചരീക്കൽ ചിറ. ഈ ചിറയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗുഹയായി. നേരെ നടന്നു വരുമ്പോൾ തന്നെ കാണാം ഒരു നിയമപരമായ മുന്നറിയിപ്പ്. അതായത് ഈ മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. വലിച്ചെറിഞ്ഞാൽ വലിയ പിഴയുണ്ടാകും. ഈ കാണുന്നതാണ് കൊച്ചരീക്കൽ ഗുഹ. ഒരു മരം, ഒരു കൂറ്റൻ മരമാണ്, കണ്ടില്ലേ? അതിങ്ങനെ വളർന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വേര് താഴത്തേക്കുണ്ട്. അതിനോട് ചേർന്നൊരു കല്ലുണ്ട്. ആ കല്ലിനകത്തേക്ക് നമുക്ക് കയറിപ്പോകാം. ഒരു അഡ്വഞ്ചറാണ്. ഈ കാണുന്നത് ഒരു അരുവി പോലെ ഇങ്ങനെ ഒഴുകിയൊക്കെയാണ് വെള്ളം. കുടിവെള്ളമാണ്. അതിങ്ങനെ ഒഴുകി അപ്പുറത്തേക്കൊരു പോണ്ടുണ്ട്. നമുക്ക് അവിടെ കാണാം. ആളുകളൊക്കെ നന്നായിട്ട് കുളിച്ച് ഉല്ലസിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു നയന മനോഹരമാണ്. ഒരു കാടിനോട് ചേർന്ന ഒരു വ്യത്യസ്തമായ ഒരിടം. നല്ല രസമാണ്. കയറിപ്പോ നല്ല രസമാണ്. പക്ഷെ ഇറങ്ങാനോ വരുമ്പോ ഇതൊക്കെ എൻജോയ് ചെയ്യേണ്ടതാണ്. നല്ല സ്ഥലമാണ്. വന്നാൽ കൂട്ടുകാരൊക്കെ കൂടി വൈബാക്കാം. അങ്ങനെ ആ കയറ്റം അങ്ങനെ ഈസി അല്ല. പക്ഷെ കയറ്റമാണ് ഇതിൻ്റെ അഡ്വഞ്ചർ. ഗുഹ പോലെയാണ്. നമുക്കിവിടെ അകത്തേക്കൊക്കെ പോകാൻ പറ്റും. അത്യാവശ്യം നല്ല കാഴ്ചയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് നൈസായിട്ട് ഇങ്ങനെ വെള്ളത്തുള്ളി ചെറുതായിട്ട് ഇറ്റ് വീഴുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒപ്പം വേറൊരു ചേട്ടൻ കൂടി കയറിയിട്ടുണ്ട്. ചേട്ടാ എന്താ പേര്? മനോജ്. എങ്ങനെയുണ്ടായിരുന്നു കയറ്റം? കുഴപ്പമില്ല. ഒരു ബുദ്ധിമുട്ട്. ആ റിസ്ക്കാണ് ഇതിൻ്റെ രസമല്ലേ? ഇത്രയും വൈബ് പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അടിപൊളി, സൂപ്പർ, ഇഷ്ടായി. കാഴ്ചകൾ അടിപൊളിയല്ലേ? നല്ല ക്ലൈമറ്റ് അല്ലേ? ഗുഹയിൽ കയറി മേലെ കയറലായിരുന്നു അടിപൊളി. കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു. അടിപൊളി. അതുപോലെ ഇവിടെ വെള്ളത്തിൽ നല്ല തണുപ്പുള്ള വെള്ളം, പിന്നെ അവിടെ കുടിക്കാനുള്ള എങ്ങോട്ടെന്ന് തന്നെ മലയുടെ മേളിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ വരുന്നുണ്ട്. ആ അടിപൊളിയാണ്. മൊത്തത്തിൽ അടിപൊളി വൈബാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന് അടിപൊളിയായിട്ട് നമുക്ക് ചില്ലടിച്ച് നിൽക്കാം. അപ്പോൾ അങ്ങനെ ആ ഗുഹയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ഈ ഒരു കുളത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കുളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ കാഴ്ച കാണാൻ വരുന്ന ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തി കുളിക്കുന്നുണ്ട്. പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി അങ്ങനെ കുളിച്ച് തിമിർക്കുകയാണ്. ലോക്കലായിട്ട് അധികം സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് പല ആൾക്കാരും വരുന്നുണ്ട്. നല്ല തണുപ്പുള്ള വെള്ളമാണ്, നല്ല കൂളിംഗ്. എന്നാ വലിയ കൂറ്റ മരമല്ലേ ഇത്? ഈ ഒരു മരം എന്നെ ഇങ്ങനെ വലയം പ്രാപിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ഒരു ഗുഹ കണ്ടില്ലേ? ആ ഗുഹയുടെ മുകളിലാണ് ഈ മരം. അപ്പോൾ ഈ മരത്തിൻ്റെ വേരുകൾ നമുക്ക് ആ ഗുഹയിൽ കാണാൻ പറ്റും. ഭയങ്കര വലിപ്പത്തോടു കൂടിയാണ് ഈ മരം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ, ഗുഹയുടെ അവിടെ വന്നപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇത് മാത്രമല്ല, ഇതിനപ്പുറത്ത് വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ആ വെള്ളച്ചാട്ടം നല്ലതാണെന്നാണ് പറയുന്നത്. നമുക്ക് ആ വെള്ളച്ചാട്ടം കണ്ടു വന്നാലോ? അങ്ങനെ അരീക്കൽ വെള്ളച്ചാട്ടം എത്തി. നല്ല മഴയുള്ളതിനാൽ തന്നെ കൂടുതൽ വെള്ളമുണ്ട്. വെള്ളം കുത്തിയൊലിച്ച് വരുന്നു. അതുകൊണ്ട് തന്നെ ആ മഴ കൊള്ളാൻ വേണ്ടി നിരവധിയായിട്ടുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് കയറുന്നതിന് ചെറിയൊരു പ്രവേശന ഫീസുണ്ട്. 20 രൂപയാണ്. ഭയങ്കര ഇഷ്ടമായി. പോരാൻ തോന്നണില്ല. സേഫ്റ്റി ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. കുട്ടികളൊക്കെ ആയിട്ടാണ് വന്നത്, ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മഴക്കാലത്ത് വരെയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. നയന മനോഹരമായ കാഴ്ചയും നനവും തണുപ്പും സമ്മാനിക്കുന്ന ഈരിടം ഒരിക്കലെങ്കിലും വന്ന് കാണണം. ക്യാമറമാനായ നിഖിൽ ജോസഫിനും ബാലുവിനുമൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.